ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോയത് സ്റ്റുഡിയോക്കാണ് കേട്ടോ. ആഷ്നൻ്റെ ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് തന്നെ ഓൾക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറേ ടോപ്സും ടീഷർട്ടൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പിന്നെ ഫുഡ് വെയർ നോക്കാനാണ് കേട്ടോ. ഫുഡ് വെയർ ഒന്നും അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളാകെ അവിടുന്ന് ഒരു കുർത്ത മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുർത്ത എടുത്തിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കുറേ നേരം കറങ്ങിത്തിരിഞ്ഞ് നിൽക്കേണ്ടി വന്നു. കാരണം ഗൂഗിൾ പേ ചതിച്ചു ഗൈസ്. ഗൂഗിൾ പേനെ വിശ്വസിച്ചിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ളത് ഗൂഗിൾ പേ ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ബേബീൻ്റെ ബർത്ത്ഡേ വരുന്നതുകൊണ്ട് തന്നെ ഓൾക്ക് അതിനുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ടോയ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എത്ര വലുതായാലും നമുക്ക് ടോയ്സിനോടൊക്കെ ഭയങ്കര ഇതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടുന്ന് ഒരു ഷവർമയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അവിടെ നിന്നിട്ട് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത്. നമ്മൾ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. ഗൂഗിൾ പേ പിന്നെ വർക്ക് ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്.